ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ഭയം കൂടാതെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഹൃദയത്തിൽ അനാവശ്യമായ ഭയം നമ്മെ ദൈവത്തിൽ നിന്നും, ദൈവിക അനുഗ്രഹങ്ങളിൽ നിന്നും നീക്കി നിർത്തുന്നു. എപ്പോഴൊക്കെ നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവം അവിടെ അത്ഭുതങ്ങൾ ചൊരിയുന്നു, അവിടെ ഇടപെടുന്നു. നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മേക്കാൾ ഉപരിയായി കർത്താവ് ശ്രദ്ധാലുവാണ്. അതിനാൽ കർത്താവ് നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിയാൻ കാത്തിരിക്കുന്നു. എന്നാൽ നമ്മിലുള്ള ഭയം, അനാവശ്യമായ ഭയം, മക്കളുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഭയം, ജീവിത പങ്കാളിയുടെ ചില തീരുമാനങ്ങളെ, ചില ജീവിത രീതികളെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം, ജോലി മേഖലയിൽ ഉള്ള അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഭയം, ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ ഓർക്കുമ്പോഴുള്ള ഭയം, ഇവയെല്ലാം കാരണം ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു എങ്കിൽ പോലും, ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നു എങ്കിൽ പോലും അവിടെ അനുഗ്രഹങ്ങൾ കുറയുന്ന തരത്തിൽ അവിശ്വാസം നമ്മെ തകർക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ നിങ്ങൾ ഈ രാത്രിയിൽ ഭയത്തെ വെറുത്ത് ഉപേക്ഷിക്കുക. ഭയത്തിന് നിങ്ങൾ ഒരിക്കലും അടിമയാകരുത്. ഭയം നിങ്ങളെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ അനുവദിക്കരുത്. അതിനാൽ കർത്താവിൽ ആഴമേറിയ വിശ്വാസത്തിനു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുക. ദൈവം എല്ലാവർക്കും ഒരുപോലെ ദൈവമാണ്. അതിനാൽ നാം ആരെക്കുറിച്ചാണ് ഓർത്ത് വിഷമിക്കുന്നത്? ദൈവം അവരുടെയും ദൈവമാണ്, കർത്താവാണ്. അതിനാൽ അവരവരെക്കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളെക്കുറിച്ച് മാത്രം ഓർത്ത് വിഷമിക്കുക. നിങ്ങൾ മറ്റാരെക്കുറിച്ചും ഓർത്ത് വിഷമിക്കാതിരിക്കുക. അവർക്കും ദൈവത്തെ വിളിക്കാൻ സാധിക്കും. ദൈവം അവരുടെ കാര്യത്തിലും അവിടുന്ന് ശ്രദ്ധാലുവാണ്. അതിനാൽ എല്ലാവരും വ്യക്തിപരമായി ദൈവത്തെ വിളിക്കുക. ദൈവത്തോട് ഒരു യഥാർത്ഥ ബന്ധം പുലർത്തുക. തീർച്ചയായും നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ദൈവം ഇടപെട്ടിരിക്കും. നിങ്ങളുടെ ഭയം ദൈവത്തെ ആ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നു, ആ പരിഹാരത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു. അതിനാൽ നിങ്ങൾ ഭയപ്പെടാതെ കർത്താവിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ സമർപ്പിച്ച് നിർഭയരായി ആയിരിക്കുക. തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുകയും ചെയ്യും. വിശ്വാസത്തോടെ ഇന്നത്തെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 44 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, പൂർവകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങ് ചെയ്ത പ്രവൃത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട്. അവരെ നട്ടുപിടിപ്പിക്കാൻ അവിടുന്ന് സ്വന്തം കരത്താൽ ജനതകളെ പുറത്താക്കി. അവർക്ക് ഇടം നൽകാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. അവിടുത്തെ വലത്ത് കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ട് അത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു. അവിടുന്നാണ് എൻ്റെ രാജാവും ദൈവവും. അവിടുന്നാണ് യാക്കോബിന് വിജയങ്ങൾ നൽകുന്നത്. അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി മെതിക്കുന്നു. വില്ലിലല്ല ഞാൻ ശരണം വെച്ചത്, വാളിന് എന്നെ രക്ഷിക്കാൻ കഴിയുകയുമില്ല. എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു. അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ എന്നും നന്ദി പറയും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ സകല ഭയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾ ഭയപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഇന്ന് നീ പ്രവർത്തിക്കണമേ. കർത്താവേ, ഭയത്തെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആഴപ്പെടുത്തി തരണമേ. ഇപ്പോൾ ഞങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവേ നീ ഇടപെട്ട് പ്രവർത്തിക്കണമേ.
ദൈവമേ, നിന്റെ കരബലത്താൽ ഞങ്ങളെ നീ താങ്ങി നടത്തണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഈ രാത്രിയിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് കൂടുതൽ ദൈവവിശ്വാസത്തോടെ ദൈവത്തോട് ഒന്നായിരിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ നോക്കരുത്. മക്കളുടെ പ്രശ്നങ്ങളിലേക്ക്, ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, കുടുംബത്തിലെ പ്രശ്നങ്ങളിലേക്ക് അല്ല നിങ്ങൾ ഇപ്പോൾ നോക്കേണ്ടത്. ആ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള കർത്താവിൽ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതിനാൽ ഈ രാത്രിയിൽ നിങ്ങൾ ഇതുവരെ ആകുലപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ അവിടുന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറ്റി കർത്താവിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. കർത്താവിനോട് മാത്രം നിങ്ങളുടെ ഹൃദയം പങ്കുവെക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ, നിങ്ങൾക്കൊരു ശാശ്വത പരിഹാരം നൽകാൻ കർത്താവ് ശക്തനാണ്. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി, ഭയത്തിൽ നിന്നും വിടുതൽ നൽകി. ദൈവമേ, നിന്നിലുള്ള വിശ്വാസം ആഴപ്പെടുത്തി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ ഞങ്ങളെ ഈ രാത്രിയിൽ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ വേദനപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ പരിപൂർണമായി ഞങ്ങൾക്ക് മോചനം നൽകണമേ. കർത്താവേ, നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ, ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സോജു എന്ന ഒരു മകനു വേണ്ടി, സോജു അലക്സാണ്ടർ എന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ മകനെ, വിദേശത്ത് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഈ മകനെ നീ അനുഗ്രഹിക്കണമേ. ആ അധികാരികളുടെ മേൽ നീ കനിവ് തോന്നി ഈ മകന് നല്ല ഉയർന്ന ശമ്പളമുള്ള ഒരു നല്ല ജോലി, സുരക്ഷിതമായ ജോലി നൽകി അനുഗ്രഹിക്കണമേ. ജോലിക്കു വേണ്ടി വേദനിച്ച് കാത്തിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്. നല്ലൊരു ജോലി നൽകി ഈ മക്കളുടെ വരുമാന മാർഗത്തെ നീ ഉയർത്തണമേ. വരുമാന മാർഗത്തിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ മാന്ദ്യങ്ങളും, എല്ലാ തകർച്ചകളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവമേ, ഞങ്ങളുടെ വരുമാന മേഖലയെ നീ സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്ത നാഥ, മനസ്സ് സന്തോഷപ്പെടുത്തി ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഭയമില്ലാതെ നിർഭയരായി ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് ഉറങ്ങാൻ നമ്മെ സഹായിക്കട്ടെ. സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.